ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. ഇൻവെൻട്രി ഫോംസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കറൻറ്റ് അസറ്റ്സ്. At the same time, it is least liquid. Hence, its management deserves special attention. To some extent, the inventory management in the international or multinational firm is similar as in the case of a domestic firm. കറണ്ട് അസറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഇൻവെൻട്രി. പക്ഷേ അത് ഒരേ ടൈമിൽ ലീസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിന് അതിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഡൊമസ്റ്റിക് ഫേമിൽ എങ്ങനെയാണോ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ഫേംസിനും ഇൻവെൻട്രി മാനേജ്മെൻറ്റ് പെർഫോം ചെയ്യുന്നത്. ബട്ട് സം അഡീഷണൽ ഫാക്ടേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് ഇൻ്റർനാഷണൽ ഫേംസ്. An international firm has to maintain inventory simultaneously in different countries. Transit time is quite longer, customs procedures are quite lengthy, political and exchange rate risk are there. Thus, inventory management is complicated in international firms. International firmsന് സൈമൾട്ടേനിയസ് ആയിട്ട് പല കൺട്രീസിലും ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ട്രാൻസിറ്റ് ടൈമും കസ്റ്റംസ് പ്രൊസീജിയേഴ്സും വളരെയധികം ലെങ്തിയാണ്. അവിടെ പൊളിറ്റിക്കൽ റിസ്ക്കും എക്സ്ചേഞ്ച് റിസ്ക്കും എറൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഇൻ്റർനാഷണൽ ഫേംസിൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മീനിങ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. അതിന് മുൻപേ നമുക്ക് ഇൻവെൻട്രി എന്താ നോക്കാം. Inventory may be defined as a quantity of goods, commodities, or other economic resources that are stored or reserved for a particular period of time for the purpose of smooth and efficient running of business affairs. ഒരു ബിസിനസ്സിൻ്റെ സ്മൂത്ത് ആൻഡ് എഫിഷ്യൻറ്റ് റണ്ണിങ്ങിന് ആവശ്യമായുള്ള ഗുഡ്സ്, കമ്മോഡിറ്റീസ് ഓർ അതർ എക്കണോമിക് റിസോഴ്സസ് അതൊക്കെ സ്റ്റോർ ചെയ്യുക, റിസർവ് ചെയ്യുക ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക്. അതിനെയാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇൻവെൻട്രി ഇൻക്ലൂഡ്സ് റോ മെറ്റീരിയൽ സ്റ്റോർഡ് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് awaiting shipment from factory. Inventory management requires large amount of capital. ഇൻവെൻട്രി നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രൊഡക്ഷനെയും മാർക്കറ്റിനെയും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും എഫക്റ്റ് ചെയ്യും. അവസാനം ഇത് ബിസിനസ്സിൻ്റെ എക്സിസ്റ്റൻസിനെയും ഗ്രോത്തിനെയും എഫക്റ്റ് ചെയ്യുന്നതിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫേം കൂടുതൽ ഇൻവെൻട്രി ഹോൾഡ് ചെയ്യുന്നതാണെങ്കിൽ അത് ഔട്ട് ഓഫ് ക്യാഷ് സിറ്റുവേഷനിലേക്ക് പോകും. അറ്റ് ദ സെയിം ടൈം ഒരു ഫേം കുറച്ച് ഇൻവെൻട്രിയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഔട്ട് ഓഫ് ദ സ്റ്റോക്ക് സിറ്റുവേഷനിലേക്കും പോകും. അത് നമ്മളെ സെയിൽസിൽ നമുക്ക് ലോസ് വരാനുള്ള ചാൻസ് കൂടും. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ കസ്റ്റമേഴ്സിന് നമുക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസും കൂടുന്നുണ്ട്. സ്റ്റോക്ക് ഔട്ട് റിസൾട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ കസ്റ്റമേഴ്സിന് ഡിസാറ്റിസ്ഫാക്ഷൻ വരികയും സോ ഇൻവെൻട്രി റിക്വയർസ് പ്രോപ്പർ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ. അതുകൊണ്ട് തന്നെ ഇൻവെൻട്രീസിൽ പ്രോപ്പറായിട്ടുള്ളൊരു മാനേജ്മെൻറ്റും കൺട്രോളും നമുക്ക് ആവശ്യമാണ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിംപ്ലി റെഫേഴ്സ് ടു മാനേജ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രി. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെൻട്രിയെ മാനേജ് ചെയ്യുന്നതിനെയാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സം ടോട്ടൽ ഓഫ് ദോസ് ആക്ടിവിറ്റീസ് നീഡഡ് ഫോർ ദ അക്വിസിഷൻ, സ്റ്റോറേജ് ആൻഡ് യൂസേജ് ഓഫ് മെറ്റീരിയൽ. In short, inventory management is a process of ordering, storing and using inventories is known as inventory management or management of inventories. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. അതിലെ ഫസ്റ്റ് പോയിൻ്റ് ആണ് ടു എൻഷുർ ദാറ്റ് അഡക്വേറ്റ് ഇൻവെൻട്രീസ് ആർ അവൈലബിൾ ഫോർ സ്മൂത്ത് ഓപ്പറേഷൻ. അതായത് ഒരു ബിസിനസ്സിൻ്റെ സക്സസ്ഫുൾ റണ്ണിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻവെൻട്രീസ് നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. സെക്കൻഡ് വൺ പറയുന്നത് ടു മിനിമൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഇൻ ഇൻവെൻട്രീസ്. തേർഡ് വൺ മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് ഓർഡറിങ് ആൻഡ് ക്യാരിയിങ് ഇൻവെൻട്രീസ്. കോസ്റ്റ് ഓഫ് ഓർഡറിങ്ങും അതുപോലെ ക്യാരിയിങ് ഇൻവെൻട്രീസിൻ്റെ കോസ്റ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ഫോർത്ത് വൺ ടു മാക്സിമൈസ് ദ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ചെയ്യുക, അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് അവിടെ പറയുന്നത്. ഫിഫ്ത്ത് വൺ ടു അവോയ്ഡ് ബോത്ത് ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് ഇൻവെൻറ്ററീസിൻ്റെ ഓവർ സ്റ്റോക്കിംഗ് കണ്ടീഷനും അതുപോലെ അണ്ടർ സ്റ്റോക്കിംഗ് കണ്ടീഷനും അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. സിക്സ്ത് പോയിന്റ് ടു മിനിമൈസ് ലോസസ് ഓൺ അക്കൗണ്ട് ഓഫ് ഒബ്സോളസൻസ്, പിൽഫറേജ്, വേസ്റ്റേജസ് എക്സെട്ര. സെവൻത്ത് വൺ ടു എൻഷുർ റൈറ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസസ്. അതായത് കസ്റ്റമേഴ്സിന് റീസണബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് അവൈൽ ചെയ്യണം. എയ്ത്ത് പോയിന്റ് പറയുന്നത് ടു എൻഷുർ എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് സ്റ്റോക്ക് സോ ദാറ്റ് പ്രൊഡക്ഷൻ ഷുഡ് നോട്ട് സഫർ അറ്റ് ദ ടൈം ഓഫ് കസ്റ്റമർ ഡിമാൻഡ്. ഒരു മെറ്റീരിയലിൻ്റെ കണ്ടിന്യൂസ് സപ്ലൈ അവിടെ ഉണ്ടെങ്കിൽ അത് പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യില്ല. ഇപ്പം കസ്റ്റമർ ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ഡിമാൻഡ് ചെയ്യുമ്പം അത് ആ ഒരു പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റാണ് അവിടെ
എക്സസ് ആയിട്ടുള്ള സപ്ലൈ ആ മെറ്റീരിയലിന് നടക്കുന്നില്ലെങ്കിൽ അത് കസ്റ്റമർ ആ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ചെയ്യുമ്പം അവിടെ പ്രൊഡക്ഷനെ അത് എഫക്റ്റ് ചെയ്യും. ടു മെയിൻറ്റെയിൻ ദ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് വെൻ എവർ ആൻഡ് വേർ എവർ റിക്വയർഡ് ഇൻ ഇനഫ് ക്വാണ്ടിറ്റി. അതായത് ഏതൊക്കെ പ്ലേസിൽ ഏതൊക്കെ ടൈമിലാണ് ആ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി വേണ്ടത്, എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് എൻഷുർ ചെയ്യണം. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ടു മെയിൻറ്റെയിൻ എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഇൻവെൻറ്ററി ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടെക്നിക്സ് ഓഫ് ഇൻവെൻറ്ററി മാനേജ്മെൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ABC അനാലിസിസ്, ഓൾവേസ്, ബെറ്റർ, കൺട്രോൾ, അനാലിസിസ്. Here the materials are classified into 3 in the order of importance. Category A consists of items of high value. Category B consists of items in moderate value. Category C consists of items in small value. And more attention is paid to category A. അതായത് ഈ ABC അനാലിസിസ് എന്ന് പറയുന്ന ടെക്നിക്കിൽ നമ്മൾ മെറ്റീരിയൽസിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എന്തിൻ്റെ ബേസിസിലാണ്? ഇമ്പോർട്ടൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. അവിടെ കാറ്റഗറി എയിൽ നമ്മൾ ഹൈ വാല്യൂ ഉള്ള ഐറ്റംസാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. കാറ്റഗറി ബിയിൽ മോഡറേറ്റ് വാല്യൂ ഉള്ള ഐറ്റംസ്, കാറ്റഗറി സിയിൽ സ്മോൾ വാല്യൂ ഉള്ള ഐറ്റംസാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടത് കാറ്റഗറി എക്കാണ്. സെക്കൻഡ് ടെക്നിക്കാണ് ജസ്റ്റ് ഇൻ ടൈം, ജിറ്റ് ടെക്നിക്. The company keeps only as much inventory as it needs during the production process with no excess in hands. The company saves the cost of storage and insurance. അതായത് ഈ ജസ്റ്റ് ഇൻ ടൈം ടെക്നിക്കിൽ പറയുന്നത് കമ്പനി ആവശ്യമായിട്ടുള്ള ഇൻവെൻട്രി മാത്രമേ അവർ ഹോൾഡ് ചെയ്യുള്ളൂ. അതായത് അവരൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിന് എത്രയാണോ ഇൻവെൻട്രി ആവശ്യമുള്ളത് അത് മാത്രമേ അവർ ഹോൾഡ് ചെയ്യുള്ളൂ. അതിൽ കൂടുതലുള്ള ഇൻവെൻട്രി അവർ ഹോൾഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കോസ്റ്റ് ഓഫ് സ്റ്റോറേജും ഇൻഷുറൻസും അവർക്ക് അവിടെ മിനിമൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് തേർഡ് മെത്തേഡാണ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് പ്ലാനിംഗ് മെത്തേഡ്, MRP മെത്തേഡ്. Material requirements planning is an inventory control method in which the manufacturers order the inventory after considering the sales forecast. MRP system integrates data from various areas of business where inventory exists. Based on the data and demand in the market, the managers would carefully place the order for new inventory with the material suppliers. ഇവിടെ എന്താണ് പറയുന്നത്? MRP മെത്തേഡിൽ സെയിൽസ് ഫോർകാസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഇൻവെൻട്രി കൺട്രോൾ നടത്തുന്നത്. അതുപോലെ തന്നെ MRP സിസ്റ്റം ഇൻ്റഗ്രേറ്റ്സ് ഡാറ്റ ഫ്രം വേരിയസ് ഏരിയാസ് ഓഫ് ബിസിനസ്സിൻ്റെ പല ഏരിയാസിൽ നിന്നും നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യും. അതായത് ഏതൊക്കെ ഏരിയയിലാണ് ഇൻവെൻട്രി ഉള്ളത് എന്നൊക്കെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനുശേഷം മാത്രമാണ് മാനേജേഴ്സ് പുതിയൊരു ഇൻവെൻട്രിക്ക് വേണ്ടിയിട്ട് അവിടെ ഓർഡർ കൊടുക്കുന്നത്. ഫോർത്ത് ടെക്നിക്കാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി മോഡൽ, EOQ model. Economic order quantity technique focuses on taking a decision regarding how much quantity of inventory should the company order at any point of time and when should they place the order. And with the help of EOQ model, the organization is able to place the right quantity of inventory. Next point ആണ് minimum safety stock. The minimum safety stock is a level of inventory which an organization maintains to avoid the stockout situation, and it is a level when a firm places a new order before the existing inventory is over. ഈ ഒരു മിനിമം സേഫ്റ്റി സ്റ്റോക്ക് ടെക്നിക്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എടുത്തുള്ള സ്റ്റോക്ക് തീരുന്നതിന് മുൻപേ തന്നെ നമ്മളൊരു പുതിയ ഓർഡർ പ്ലേസ് ചെയ്യാണ്. എന്തിന്? സ്റ്റോക്ക് ഔട്ട് സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ടെക്നിക്കാണ് VED അനാലിസിസ്. VED stands for Vital, Essential and Desirable. Organizations mainly uses this technique for controlling spare parts of inventories. A higher level of inventory is required for vital parts that are very costly and essential for production. Others are essential spare parts whose absence may slow down the production process. Hence, it is necessary to maintain such inventory. Similarly, an organization can maintain a low level of inventory for desirable parts, which are not often required for production. Vital category വരുന്നത് ഹൈ കോസ്റ്റ്ലി ഇൻവെൻട്രീസ് ആണ്. ഈ ഇൻവെൻട്രീസ് നമ്മുടെ പ്രൊഡക്ഷന് വളരെയധികം എസെൻഷ്യലാണ്. ഈ ഒരു പ്രൊഡക്ട്സ് നമ്മൾ പ്രൊഡക്ഷനിൽ ഇല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും, അത് കണ്ടിന്യൂ ചെയ്യില്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ എസെൻഷ്യൽ സ്പെയർ പാർട്സ് ഹൂസ് ആബ്സെൻസ് മേ സ്ലോ ഡൗൺ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ഈ ഒരു
എസെൻഷ്യൽ പറയുന്നത് എന്താണ്, ഈ ഒരു ഇൻവെൻട്രി ഈ ലെവലിൽ ഇല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ അത് സ്ലോ ഡൗൺ ചെയ്ത് പോകുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡിസൈറബിൾ പാർട്സിൽ എന്താ പറയുന്നത്, വിച്ച് ആർ നോട്ട് ഓഫൺ റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ. ഇതിൽ ആ ഒരു ഇൻവെൻട്രീസിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ എന്താ പറയുകയാണ്, പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നാണ് പറയുന്നത്. ആ ഒരു പ്രൊഡക്ഷൻ്റെ പ്രോസസ്സിന് ആ ഒരു ഇൻവെൻട്രീൻ്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. 7th വൺ, ഫാസ്റ്റ്, സ്ലോ ആൻഡ് നോൺ മൂവിങ് മെത്തേഡ്. ദിസ് മെത്തേഡ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ ഇസ് വെരി യൂസ്ഫുൾ ഫോർ കൺട്രോളിങ് ഒബ്സോളസൻസ്. ഒബ്സോളസൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു FSN മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓൾ ദ ഐറ്റംസ് ഓഫ് ഇൻവെൻട്രി ആർ നോട്ട് യൂസ്ഡ് ഇൻ ദ സെയിം ഓർഡർ. സം ആർ റിക്വയർഡ് ഫ്രീക്വൻ്റ്ലി വൈൽ സം ആർ നോട്ട് റിക്വയർഡ് അറ്റ് ഓൾ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻവെൻട്രീസ് എന്താണ്, സെയിം ഓർഡറിലായിരിക്കില്ല യൂസ് ചെയ്യുക. ചിലത് നമുക്ക് ആവശ്യമായിരിക്കും, ചിലത് നമുക്ക് തീരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. സോ ദിസ് മെത്തേഡ് ക്ലാസിഫൈസ് ഇൻവെൻട്രി ഇൻറ്റു 3 കാറ്റഗറീസ്. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് ഇൻവെൻറ്ററീസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് മൂവിങ് ഇൻവെൻട്രി, സ്ലോ മൂവിങ് ഇൻവെൻട്രി ആൻഡ് നോൺ മൂവിങ് ഇൻവെൻട്രി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദ ഓർഡർ ഫോർ ന്യൂ ഇൻവെൻട്രി ഈസ് പ്ലേസ് ബേസ്ഡ് ഓൺ ദ യൂട്ടിലൈസേഷൻ ഓഫ് ഇൻവെൻട്രി. ഇൻവെൻട്രി യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു പുതിയ ഇൻവെൻട്രിക്ക് വേണ്ടിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ടെക്നിക്കാണ് ബാക്ക് ഓർഡറിങ്. പ്ലേസ് ആൻ ഓർഡർ ഫോർ എ പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ടെമ്പററിലി ഔട്ട് ഓഫ് സ്റ്റോക്ക്. അതായത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുക, അതാണ് ബാക്ക് ഓർഡറിങ് ടെക്നിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടെക്നിക്കാണ് ക്രോസ് ഡോക്കിംഗ്. പ്രാക്ടീസ് ഓഫ് അൺലോഡിംഗ് ഗുഡ്സ് ഫ്രം ഇൻബൗണ്ട് ഡെലിവറി വെഹിക്കിൾസ് ആൻഡ് ലോഡിംഗ് ദം ഡയറക്ട്ലി ഓൺ ടു ഔട്ട്ബൗണ്ട് വെഹിക്കിൾസ്. ദർ ഇസ് എ ലിറ്റിൽ ഓർ നോ സ്റ്റോറേജ് ഇൻ ബിറ്റ്വീൻ ഡെലിവറീസ്. ാണ് ബാച്ച് ട്രാക്കിംഗ്. ഹെൽപ്സ് ടു ട്രാക്ക് ദ എക്സ്പയറേഷൻ ഓഫ് ഇൻവെൻട്രി ഓർ ട്രേസ് ഡിഫക്റ്റീവ് ഐറ്റംസ് ബാക്ക് ടു ദെയർ ഒറിജിനൽ ബാച്ച്. അതായത് ഈ ഒരു ബാച്ച് ട്രാക്കിങ്ങിലൂടെ നമുക്ക് ഡിഫക്റ്റീവ് ഐറ്റംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടെക്നിക്കാണ് പെർപെച്വൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. Perpetual inventory management is simply counting inventories and soon as it arrives. It is the most basic inventory management technique and can be recorded manually on pen and paper or a spreadsheet. മോസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് എന്ത്, പെർപെച്വൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മാനുവലി ആണ് റെക്കോർഡ് ചെയ്യുക. എന്തൊക്കെ ഉപയോഗിച്ചിട്ട്, പെന്ന് യൂസ് ചെയ്തിട്ട്, അതുപോലെ പേപ്പറോ അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്തിട്ടോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടെക്നിക്കാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഡ്രോപ്പ് ഷിപ്പിംഗ് ഇസ് എൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഫുൾഫിൽമെൻറ്റ് മെത്തേഡ് ഇൻ വിച്ച് എ സ്റ്റോർ ഡസ് നോട്ട് ആക്ച്വലി കീപ് ദ പ്രൊഡക്റ്റ് ഇറ്റ് സെൽസ് ഇൻ സ്റ്റോക്ക്. അതായത് ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് മെത്തേഡിൽ ആ സ്റ്റോറ് സെല് ചെയ്യുന്ന പ്രൊഡക്ട്സ് അവരൊരിക്കലും സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യുകയില്ല. ഇൻസ്റ്റെഡ് വെൻ എ സ്റ്റോർ ആറ്റ് ടു സെൽ എ പ്രൊഡക്റ്റ് ഇറ്റ് പർച്ചേസസ് ദ ഐറ്റം ഫ്രം തേർഡ് പാർട്ടി. ആ ഒരു സ്റ്റോറിൽ ആ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യണമെങ്കിൽ അവർ തേർഡ് പാർട്ടിയിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ഷിപ്ഡ് ഡയറക്ട്ലി ടു ദ കസ്റ്റമർ. അത് ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് ഷിപ്പ് ചെയ്യാണ് ചെയ്യുക. ആസ് എ റിസൾട്ട് ദ മെർച്ചൻറ്റ് നെവർ സീസ് ഓർ ഹാൻഡിൽസ് എ പ്രൊഡക്റ്റ്. മെർച്ചൻ്റ് ഒരിക്കലും ആ ഒരു പ്രൊഡക്റ്റ് കാണുകയോ അത് ഹാൻഡിൽ ചെയ്യുന്നോ ഇല്ല. ലാസ്റ്റ് point ആണ് lean manufacturing. Lean is a broad set of management practices that can be applied to any business practices, and its goal is to improve efficiency by eliminating waste and any non-value adding activities from daily businesses. ഈ lean manufacturing technique എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ബിസിനസ് പ്രാക്ടീസിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ലീൻ മാനുഫാക്ചറിങ് ടെക്നിക്ക്. ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഇംപ്രൂവ് എഫിഷ്യൻസി ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റുകളൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ലീൻ മാനുഫാക്ചറിങ് ടെക്നിക്കിൻ്റെ മെയിനായിട്ടുള്ളൊരു ഗോള്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റർനാഷണൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ മീനിങ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അതുപോലെ ടെക്നിക്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് നമ്മൾ ഒരു 13 പോയിൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ താങ്ക് യു.